ലോകത്തിലെ തന്നെ ഫാസിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്. ഒരു ചെറിയൊരു മണൽത്തരിയെങ്കിലും എടുത്താൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് എയർ വന്നിട്ടുണ്ടോ? CPM ഭരിക്കുന്ന ഇടങ്ങളിലെ അവസ്ഥ എന്താ? ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഗതി വരുമെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവിടെ തൃണമൂൽ കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ വന്നത്? തൃണമൂൽ കോൺഗ്രസ് CPM ഭരിച്ചിരുന്നവരടുത്ത് നിന്ന് തൃണമൂൽ കോൺഗ്രസിലോട്ട് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായത് എങ്ങനെയാ? അപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് അല്ല CPM അവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എന്നോട് ചോദിച്ച രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ചെയ്തിരുന്നോ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളുമാണ്. ഇവിടെ ഈ തൃണമൂൽ കോൺഗ്രസിനകത്തൊരു ശൈഥില്യം ഉണ്ടായതിന്, ശിഥിലീകരണം ഉണ്ടായതിന് ഞങ്ങൾക്ക് അഭിഷേക് ബാനർജിക്കെതിരെ വലിയ പ്രതിഷേധം ആ പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ്. ആ പാർട്ടിക്കുള്ളിൽ നടക്കുമ്പോൾ അഭിഷേക് ബാനർജി ഞങ്ങൾ അംഗീകരിക്കില്ല, മമതാ ബാനർജിയെ അംഗീകരിക്കാമെന്ന് ആ വിമതനായിട്ടുള്ള MLA മൊത്തം പറയും. അതിനകത്ത് ഞങ്ങളെ പറഞ്ഞിട്ടെന്താ കാര്യം ഇരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾ കാണും, രാഷ്ട്രീയമാണ്, ഞങ്ങൾ ഒരുപക്ഷെ ഉപയോഗിക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അഖിലയുടെ റീഡിങ് വെരി സോറി പറയുന്നതുകൊണ്ട് തോന്നരുത്, കഴിഞ്ഞില്ല. അഖിലയുടെ റീഡിങ് വളരെ തെറ്റാണ് എന്ന് മാത്രമാണ് പറയാൻ പറ്റും. ഒറ്റ കാര്യം പറയാനായിട്ട് നിർത്താം. നോക്കൂ, ഇവിടെ നവ ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് BJP CPM പ്രതിനിധി വിളിക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ ഈ രാജ്യത്ത് പോട്ടെ, ലോകത്തിലെ തന്നെ ഫാസിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്. ഇവിടെ രാജസ്ഥാനിലെ സിക്കാർ, രാജസ്ഥാൻ BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ സിക്കാർ അമ്രാറാം എന്ന് പറഞ്ഞ ഇവരുടെ CPM സംസ്ഥാന സെക്രട്ടറി MP ആണ്. ഞാൻ ഇത് ചോദിക്കട്ടെ, ഒരു ചെറിയൊരു മണൽത്തരിയെങ്കിലും എടുത്താൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് എയർ വന്നിട്ടുണ്ടോ? CPM ഭരിക്കുന്ന ഇടങ്ങളിലെ അവസ്ഥ എന്താ? കേരളത്തിൽ ഈ CPM-കാരെ കൊന്നു തള്ളിയ ആളുകൾ എത്രയാണ്? KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-11 വയസ്സുള്ള കൊച്ചു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഗതി വരുമെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആരാ ഫാസിസ്റ്റുകൾ? പമ്പ പരിമല കോളേജിലെ പാവപ്പെട്ട AVP ചെറുപ്പക്കാരെ അവർ ക്യാമ്പസ് ഇലക്ഷൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുഴയിൽ മുക്കിക്കൊന്ന് പുറത്തുനിന്ന് ചുടുകട്ട വെച്ചിട്ട് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ അങ്ങ് ആഴത്തിൽ പോകേണ്ട, ഇതിനും വലിയ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഡോക്ടർ VPP മുസ്തഫ അദ്ദേഹത്തിനുള്ള മറുപടി. CPM-ന്റെ വക്താവ് ആകല്ലേ? CPM-ന്റെ വക്താവ് അഖിലേ അവിടെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഡോക്ടർ VPP മുസ്തഫ അദ്ദേഹത്തിനുള്ള മറുപടി. എന്താണ് ബംഗാൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഇവിടെ എത്ര സമയം പറഞ്ഞു? ഏത് സമയക്കുറവ്? അഖില, ഇത് ന്യായമല്ല. ഒരു സമയക്കുറവും വേണ്ട. അല്ലല്ല, എനിക്ക് മുമ്പുണ്ടായിരുന്ന ആൾക്കാരോട് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് ഇതെന്ത് മര്യാദയാകില്ല? ചർച്ചയ്ക്ക് വന്നോ നിങ്ങൾ ഈക്വലായിട്ട് സമയം കൊടുക്കണം. അല്ലാതെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അടുത്തയാൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പറയാൻ വിഷയത്തിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഈക്വലായിട്ട് കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കരുതെന്നേ. അങ്ങനെയെങ്കിൽ BJP പ്രതിനിധിയെ വിളിച്ചാൽ BJP പ്രതിനിധിക്ക് ഈക്വലായിട്ടുള്ള സമയം തരണം. ഇതിനകത്ത് ഞങ്ങൾക്ക് അഭിപ്രായം പറയാനില്ലേ? ഈ വിഷയത്തിൽ BJPക്ക് പ്രാതിനിധ്യം ഇല്ലേ? BJP-നെ ഇന്ത്യ സഖ്യം എതിർക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള സമയം വേണ്ടേ? ഇത് എത്ര നിങ്ങൾ സമയം എടുത്ത് നോക്കുക, എത്ര സമയം എനിക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. അപ്പൊ സമയം ഈക്വലായിട്ട് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിക്കണം. നല്ലൊരു കാര്യം പറഞ്ഞു തീർക്കാൻ വേണ്ടി സമ്മതിക്കണം. അല്ലാതെ അതിനനുസരിച്ചുള്ള വിഷയങ്ങളാണെങ്കിൽ ആ രീതിയിലേക്ക് പോകാം. ഡോക്ടർ VPP മുസ്തഫ അദ്ദേഹത്തിനുള്ള മറുപടി. ഇത് അദ്ദേഹത്തോട് നിങ്ങൾ മൂന്നാം തവണ നമ്മുടെ രാജ്യത്ത് മൂന്നാം തവണ ചോദിക്കുമ്പോ എന്നെ ഇടയ്ക്ക് ഇടപെട്ടിട്ട് നിങ്ങളെ മാറ്റാൻ വേണ്ടി നോക്കണം. നിങ്ങൾ അതെന്ത് മര്യാദയുള്ളത്? നിങ്ങൾ നോക്ക്. എന്നെ പറയാൻ അനുവദിക്കൂ. എനിക്ക് എന്റെ രണ്ടാമത്തെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞല്ലോ. CPM പ്രതിനിധിക്കെതിരെ, CPM-നെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് മറുപടി വേണ്ടേ താങ്കൾക്ക്? പോരെന്ന് എനിക്ക് അത് പറയാൻ ഗുരുതരം പറയട്ടെന്ന്. അഖിലിത്ര വേദനിക്കല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അത് എനിക്ക് യാതൊരു വേദനയുമില്ല. അതിനുള്ള മറുപടി വേണം. സമയക്കുറവുണ്ട്. താങ്കൾ ദയവായി മറുപടി പറയാൻ അനുവദിക്കുക ദയവായി. എനിക്ക് തോന്നി ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ചെയ്താൽ നിങ്ങൾ പറയാൻ എനിക്ക് അനുവദിക്കണ്ടേ?